അങ്ങനെ നയന വീട്ടിൽ നിന്നും അനന്തപുരിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് പോകാനായിട്ട് ഒരുങ്ങാണ് കേട്ടോ. ഈ സമയത്ത് ദേവയാനി ഓർക്കാണ് എങ്ങനെയെങ്കിലും അവിടെ പോയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൊണ്ട് നയനെ അങ്ങോട്ട് ചെല്ലാത്ത രീതിയിലാക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നയന ഇനിയും പോയാൽ ഈ കുടുംബത്തിന്റെ മാനം തന്നെ പോകുമെന്ന് ഓർക്കാണ്. ഇതേ സമയത്ത് തന്നെ ദേവയാനി നയനോട് കുറെ ചൂടാവുന്നുണ്ടെങ്കിലും മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതുപോലെ നയനമോള് പൊയ്ക്കോട്ടെ എന്ന്. അതുകൊണ്ട് തന്നെ ദേവയാനിക്ക് മറുത്തൊരു വാക്ക് പറയാൻ പറ്റാതെ എങ്കിയാൾ പൊയ്ക്കോട്ടെ എന്ന് ഓർക്കുകയാണ്. ഇതിനു മുമ്പേ അവിടെ ചെന്ന് എന്തെങ്കിലും പണിയൊപ്പിക്കണം എന്ന് ദേവയാനി ഓർക്കുന്നുണ്ട്. തലേ ദിവസം തന്നെ ദേവയാനിയുള്ള അടിക്കാനൊക്കെ പോയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ആകപ്പാടെ നയന മനസ്സ് വിഷമിച്ചാണ് നിൽക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം മുത്തശ്ശനോട് പറയുമ്പം പറയാണ്, എന്നെ കഴിഞ്ഞ് ഇവിടെ അധികാരമുള്ളത് ആർക്കാണേലും പോലും ഇവിടെ മറ്റൊരാളുടെ മേലത്ത് കൈവെക്കാൻ ഇവിടെ ആർക്കും അവകാശമില്ല എന്ന് പറയുന്നുണ്ട്. ആദർശാണെങ്കിലും നയനോട് ഇനി അങ്ങോട്ടേക്ക് പോകണ്ട എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും നയന പറയാണ്, ഇല്ല പറ്റില്ല, എനിക്ക് പോയേ പറ്റുള്ളൂ. എന്റെ അച്ഛൻ്റെ അമ്മയുടെ കടങ്ങളെ വിട്ടണം. എന്റെ അച്ഛൻ ഒരു ഹാർട്ടിന്റെ അസുഖമുള്ള ആളാണ്. നിങ്ങളുടെ പൈസ ഒന്നും എനിക്ക് വേണ്ട. സ്വന്തം കാലിൽ നിന്ന് എനിക്ക് ആ കടങ്ങളൊക്കെ വിട്ടണം. അപ്പോഴേക്കും മുത്തശ്ശൻ ആ ഒരു ആടും അതിന് മുമ്പുള്ള ആ ഒരു ആ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ട് പറയാണ്, നയനമോളുടെ ഭാഗത്ത് യാതൊരു തെറ്റുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ മൂർത്തി ഇവിടം വരെ എത്തിയത് ജ്വല്ലറി ജോലി ചെയ്തിട്ടല്ല. അതിനു മുമ്പേ ഒരുപാട് ജോലികൾ ഞാൻ ചെയ്തിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുമുണ്ട്. അതേ വഴിയിലുള്ളതാണ് നയനമോളും. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിക്കുന്നവളാണ്. അവളൊരു പെണ്ണായതുകൊണ്ട് മാത്രം ആരും അവളെ തള്ളിപ്പറയേണ്ട. എല്ലാവർക്കും ജീവിക്കാനും അതിനനുസരിച്ച് ജോലി ചെയ്യാനുള്ള ഒക്കെ അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ പോയി അവളുടെ കുടുംബത്തിന് വേണ്ടി ജോലി ചെയ്യട്ടെ. കെട്ടിച്ചു വിട്ടെന്നും പറഞ്ഞ് അവളുടെ കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കണ്ട എന്ന് ഇവിടെ നിയമമില്ലല്ലോ. അതുകൊണ്ട് അവൾ ധൈര്യമായിട്ട് പോട്ടെ. ഇത് എന്റെ വാക്കാണ്. ഇതിനു മകത്ത് അവളോട് ആരെങ്കിലും പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെ എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. അങ്ങനെ നയനയ്ക്ക് നല്ല ധൈര്യമാവാണ് കേട്ടോ. അങ്ങനെ നയന അവിടുന്ന് പോകാൻ ഒരുങ്ങാണ്. ഈ സമയത്ത് നവി പോയിട്ട് അവളോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? കുടുംബത്തിന്റെ മാനം കളയാൻ വേണ്ടിയിട്ട് പോയി ചെളിച്ചോട്ട് ജോലി ചെയ്യുന്നു. ഈ കുടുംബത്തിന്റെ അന്തസ് എന്താവും? അപ്പോഴേക്കും നയന പറയാണ്, അന്ന് ചേച്ചി കുട്ടിയോട് പോയിട്ട് കണ്ടവരുടെ കൂടെ നടന്ന് എടുത്ത വീടെത്രയൊന്നും എന്തായുമില്ല. ചേച്ചിക്ക് വല്ലതും അറിയേണ്ട കാര്യമുണ്ടോ? കല്യാണം കഴിഞ്ഞപ്പോൾ ചേച്ചി വീട്ടിലേക്കൊന്ന് വിളിച്ചിട്ടെങ്കിലും ഉണ്ടോ? പാവം നമ്മുടെ അമ്മയും അച്ഛനൊക്കെ അവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണ്. പലിശക്കാർ വീട്ടിൽ കയറി വന്ന് അച്ഛനെയൊക്കെ അപമാനിക്കുക. അച്ഛനൊരു ഹാർട്ടിന്റെ അസുഖമുള്ള ആളല്ലേ, എന്തെങ്കിലും പറ്റിപ്പോയാൽ എന്താ ചേച്ചി ചെയ്യുക? നമുക്ക് അച്ഛനില്ലാതായി പോയില്ലേ? നവ്യ പറയണ, എനിക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല. എന്തായാലും നീ പോകാൻ പാടില്ല. നയന പറയാണ്, ഞാൻ പോകും, അതിനെ തടുക്കാൻ ആരും നോക്കണ്ട. അപ്പൊ ഇവരുടെ സംഭാഷണങ്ങൾ ദേവേനെ കേൾക്കുന്നുണ്ട് കേട്ടോ. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഈ അഹങ്കാരി പോവാൻ തന്നെ നിൽക്കുന്നത് കണ്ടില്ലേ? അങ്ങനെ നയന ആ വീട്ടിലെ ജോലികളൊക്കെ ഏതാണ്ടൊക്കെ ഒതുക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് ആദർശം ഇങ്ങനെ നോക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും അവളെ ഇവിടുന്ന് പറഞ്ഞു തരാതിരിക്കാൻ വേണ്ടി ആവുന്നത്ര ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും തന്നെ നടക്കുന്നില്ല കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ജലജയുടെ എരിപിരി കയറ്റലില് ദേവയാനി നേരെ കനകത്തിന്റെ വീട്ടിലേക്ക് പോവാണ്, നയനയുടെ വീട്ടിലേക്ക്. അവിടെ ചെന്നതിന് ശേഷം ദേവയാനി അവരെ കുറെ പുച്ഛിക്കുന്നുണ്ട്. കയറിയിരിക്കെ എന്നത് കനകം പറയുമ്പോൾ, ഞാനിവിടെ കയറിയിരുന്ന് വിരുന്നുണ്ടാ വന്നതൊന്നുമല്ല. നിങ്ങൾക്ക് തുള്ളിയെങ്കിലും അഭിമാനം എന്ന് പറഞ്ഞ സാധനമുണ്ടോ? മൂർത്തി സ്റ്റൂലയുടെ എന്തൊക്കെ പറഞ്ഞാലും കള്ളത്തരം കാണിച്ച് കയറി വന്നവളാണെങ്കിലും മരുമകളാണ് നിങ്ങളുടെ മകൾ. ഇപ്പോൾ അവിടുത്തെ അവള് വന്ന് കണ്ട ചെളിയിലും ചേറിലും ഒക്കെ പണിയെടുത്ത് അത് ടിവിയിൽ വല്ല വാർത്ത ചെയ്തല്ലോ നിങ്ങൾ അറിഞ്ഞോ? അവളുടെ കഷ്ടപ്പാടുകൾ ഞങ്ങൾ കണ്ടില്ല നടിക്കുകയാണെന്ന് പറഞ്ഞിട്ടാ വാർത്ത വന്നത്. നിങ്ങൾക്ക് നാളാവില്ലേ? നിങ്ങൾക്ക് കുറച്ചെങ്കിലും അഭിമാനമുണ്ടോ? അവളെ എന്താണ് അവളുടെ വിചാരം എന്നൊക്കെ ചോദിച്ച് ദേവയാനി കുറെ ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ്, രണ്ടെണ്ണത്തിനെയും ഒരു ചെലവില്ലാതെ അനന്തപുരം തറവാട്ടിലേക്ക് നിങ്ങൾ കയറ്റി വിട്ടു. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി അവരെ വെച്ച് നിങ്ങൾക്ക് ജീവിക്കാനാണെന്ന്. അവിടുന്ന് ആദ്യം 1,00,000 രൂപ ക്യാഷ് ഇങ്ങോട്ട് വരുത്തിയല്ലോ, രണ്ടാമതാ ഇപ്പൊ ഈ പണിയും. ഇങ്ങനെ നാണം കെടുത്താൽ ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? നിന്റെ സ്വഭാവം ഞങ്ങൾക്ക് നന്നായിട്ടറിയാന്നൊക്കെ പറഞ്ഞിട്ട് കനയെ കുറെ പുച്ഛിക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് ഗോവിന്ദനോട് ദേവയാനി ചോദിക്കുകയാണ്, ഇങ്ങനെ മക്കളെ കല്യാണം കഴിപ്പിച്ചു വിട്ട മോളെ വിളിച്ചുകൊണ്ടൊന്ന് ജോലി ചെയ്യിപ്പിച്ച് ആ ക്യാഷിന് ജീവിക്കുന്നത് നല്ലത് എവിടെയെങ്കിലും പോയി തെണ്ടുന്നതല്ലേ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് അപമാനിക്കാണ്. ഇതേ സമയത്ത് തന്നെ അബി കമ്പനിയില് അവനോട് ആദിയോട് പറയാണ്, ആദർശേട്ടാ എന്തൊരു നാണക്കേടാന്നറിയാവോ? അപ്പച്ചിയൊക്കെ ആണെങ്കിലും എല്ലാവരും ആകെപ്പാടെ തല കുനിച്ചു. നയനെ നമ്പി നമ്മുടെ വീട്ടിലേക്ക് വന്ന് കയറിയ പിന്നെ എന്തുമാത്രം മാനക്കേട് ഉണ്ടായിരിക്കുന്നത്. ആ ഒരു വീഡിയോ ലീക്ക് ആയതോടുകൂടി എന്ത് മാനക്കേട് നമ്മുടെ കമ്പനിക്കും ഓഫീസിനും വീടിനും ഒക്കെ ഉണ്ടായിരിക്കുന്നത് ആദർശേട്ടൻ ചിന്തിക്കുന്നുണ്ടോ? അപ്പൊ ആദർശം നയനയുടെ ഭാഗത്തേക്ക് നേരെ തിരിഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. ആദർശം ഇങ്ങനെ അവൻ പറഞ്ഞതിനെ കുറിച്ച് ഡീപ്പായിട്ട് ചിന്തിക്കുകയാണ്. ഈ സമയത്ത് അഭി വന്നിട്ട് ജലജോട് പറയാണ്, എന്റെ ഇപ്പോഴത്തെ പേടി അവൾ എന്റെ ഹെഡ് ഡിസൈനർ ആയിട്ട് ആ സ്ഥാപനത്തിലെങ്ങാനും കയറുമെന്നാണ്. അവളുടെ ആജ്ഞ അനുസരിച്ച് ഞാൻ നിൽക്കുമോ എന്നാണ് എന്നൊക്കെ പേടിയാണെന്ന് പറയുമ്പോഴേക്കും ജലജ പറയാണ്, അതിലും ഭേദം നീ അങ്ങ് മരിക്കുന്നതാ. അപ്പോഴേക്കും അഭി പറഞ്ഞു, ഞാൻ മരിക്കുന്നതല്ല, ആരും നല്ലത് അവളെ അങ്ങ് കൊല്ലുന്നതല്ലേ അമ്മയെന്ന് ചോദിക്കാണ്. ദേവയാനി പറയാണ്, എല്ലാം പറച്ചിലേ ഉള്ളൂ. ഇപ്പോൾ തന്നെ ഇരുവരി കയറ്റി വിട്ടിട്ട് ദേവയാനിയെ അങ്ങോട്ടേക്ക് പറഞ്ഞിട്ടിട്ടുണ്ട്. എന്തായാലും ദേവയാനിയിലെ പോയിരിക്കുന്നത് അവരെ ഇന്ന് ഇക്ഷ എണ്ണ വരപ്പിക്കും, അതെനിക്ക് ഉറപ്പാണ് എന്ന് പറയുന്നു. ദേവയാനി പറയാണ്, എല്ലാം എത്രയും വേഗം നടക്കണം, അല്ലാതെ ഇങ്ങനെ ഇരുന്നിട്ട് യാതൊരു കാര്യവുമില്ല. എത്രയും പെട്ടെന്ന് ആ നയന നവ്യം ഈ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കണം. എന്നിട്ട് നീ വലിയൊരു കോടീശ്വരീനെ വിവാഹം കഴിച്ച് ഇവിടെ ജീവിക്കണം എന്നൊക്കെ അവള് പറയാണ്. അതിനു മുമ്പേ തന്നെ അവളുടെ വയറ്റിലുള്ള കുഞ്ഞുണ്ടല്ലോ അതിനെ നീ അത് ഇല്ലാതാക്കണം എന്നും ജലജ പറയുന്നു.
ദേവേനി പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഗോവിന്ദൻ ആകപ്പാടെ വിഷമിച്ച് തല കുനിച്ച് നിൽക്കുകയാണ് കേട്ടോ. എന്നാൽ ഈ സംഭവങ്ങളൊന്നും അറിയാതെ നയന അനന്തപുരമുള്ള ജോലികളെല്ലാം ഒതുക്കിയിട്ട് നേരെ അവളുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അവൾ വരുമ്പോ തന്നെ ഗോവിന്ദനും കനകവും പറയാണ്, വേണ്ട ഇങ്ങോട്ടേക്ക് വരണ്ട എന്ന് പറയുന്നു. നിന്റെ അമ്മായിമ്മ ഇവിടെ വന്നിരുന്നു പറയുമ്പം എന്റെ അമ്മായിമ്മയോ? അവരെന്തിനാ ഇവിടെ വന്നേ? പറ അച്ഛ, പറ അമ്മേ. ഓ ഒന്നുമില്ല മോളെ, ഇനി മോളെ ഞങ്ങളെ സഹായിക്കാൻ വരണ്ട. അവരെന്താ പറഞ്ഞു ചോദിച്ചപ്പം കനകം പറഞ്ഞ ഒന്നും പറഞ്ഞില്ല മോളെ. അപ്പം നയന പറയാണ്, എനിക്കറിയാം അവരോട് വന്നിട്ടുണ്ടെങ്കിൽ അവരെന്തൊക്കെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവാന്ന് എനിക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. എന്റെ അച്ഛ അമ്മ ഒന്നിനും വിഷമിക്കേണ്ട. മൂർത്തി മുത്തശ്ശൻ എനിക്ക് അനുവാദം തന്നിട്ടുണ്ട് വീട്ടിലേക്ക് പോയി നീ നിന്റെ ജോലികളൊക്കെ നോക്കിക്കൊള്ളാൻ. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും വിഷമിക്കേണ്ട. ഞാൻ ഇവിടെ തന്നെ കാരണം ഞാൻ ആ ജോലികളൊക്കെ പൂർത്തിയാക്കിയിട്ട് മാത്രമേ ഇവിടുന്ന് പോവുള്ളൂ എന്ന് നയന പറയാൻ കേട്ടോ. അപ്പോഴേക്കും ഗോവിന്ദൻ പറയാണ്, വേണ്ട മോളെ, അതൊന്നും ശരിയല്ല. മോളിപ്പോ വലിയൊരു കുടുംബത്തിലെ മരുമകളാ. അപ്പൊ അവിടുത്തെ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. അപ്പോഴേക്കും കനകം പറയാണ്, അത് തന്നെയാണ് മോളെ, മോളുടെ ജീവിതമെങ്കിലും നന്നായിട്ട് നടക്കട്ടെ. നിന്റെ ഒരു മൂത്തോളുണ്ടല്ലോ, അവൾ ഞങ്ങൾ അന്വേഷിക്കുന്ന പോലും ഇല്ല. നീയെങ്കിലും അന്വേഷിക്കാനെങ്കിലും വരുന്നുണ്ടല്ലോ. ഈ കടങ്ങളൊക്കെ ഞങ്ങൾ എങ്ങനെയെങ്കിലും വീട്ടിക്കൊള്ളാം എന്നൊക്കെ ഗോവിന്ദൻ പറയുമ്പോ നയനെ പറയണ, അതൊന്നും സാരമില്ല. മൂർത്തി മുത്തശ്ശൻ തന്നോട് പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോ അവിടെ ആരും തന്നെ അതിനെ എതിർക്കാൻ വരില്ലമ്മേ. അതൊന്നും സാരമില്ല എന്ന് പറയാണ് കേട്ടോ. മുത്തശ്ശൻ പറഞ്ഞത് ദേവയാനിക്കും ആദിക്കും ഒന്നും തട്ടാനും കഴിയില്ല. എങ്കിൽ അവർക്ക് നയനേനെ അങ്ങോട്ടേക്ക് വിടാനും കഴിയില്ല. അങ്ങനെ രണ്ടിനെ നടുക്ക് നിന്നിട്ട് എല്ലാവരും വെപ്രാളം പിടിക്കുന്നതാണ് കേട്ടോ. ഇനി വരാൻ പോകുന്നതൊക്കെ അതിനിടയിൽ വലിയൊരു ട്വിസ്റ്റ് സംഭവിക്കുന്നുണ്ട്. ഏകദേശം നാളെയൊക്കെ ആയിട്ട് ആ ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നതായിരിക്കും. എന്നുവെച്ചാല് നയനനെ ആ വീട്ടിൽ തന്നെ ആദ്യം പുറത്താക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഭയങ്കരമായിട്ടും ഒരു സങ്കടപ്പെടുന്ന സീനുകളാണ്. അപ്പൊ അതിന്റെ കാരണവും അത് എന്തുകൊണ്ടാണ് പുറത്താക്കുന്നതും പിന്നെ എങ്ങനെ അകത്തേക്ക് കയറ്റുന്നതൊക്കെയുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഇന്ന് നാളെയൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതുപോലെ എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിന് കേട്ടോ. മിസ്സാവാതിരിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.